അതുകൊണ്ട് ഇ ഡിക്ക് ഒരു സൂചന നൽകിയിരിക്കുക, ഈ പണി അവസാനിപ്പിക്കുന്നതാണ്. ഒന്നുകിൽ നിങ്ങൾ എന്താ നിയമലംഘനം എന്ന് പറയണം. ഇത് PMLA ഒന്നും അല്ല കേട്ടോ, മണി ലോണ്ടറിംഗ് ഒന്നും അല്ല, ഫെമയാണ്. അതുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ശരിപ്പെടുത്തി കളയാനൊന്നും ആരും കരുതണ്ട, അതിനുള്ള കോപ്പൊന്നുമില്ല. അപ്പം അതുകൊണ്ട് നിയമലംഘനം എന്താണെന്ന് വെച്ചാൽ പറയട്ടെ, അതനുസരിച്ചുള്ള മറുപടി നൽകാം. ഒരുപക്ഷെ ഹാജരായാൽ അറസ്റ്റ് ഭയപ്പെടുന്നുണ്ടോ? അതുകൊണ്ടാണോ ഹാജരാകാതെ? ഇല്ലെന്ന്, അതിനുള്ള വകയില്ല. മണി ലോണ്ടറിങ് ആണെങ്കിൽ ഇവർ പറയുന്ന അവസാനമേക്ക് ഒരു കോടതിയും ഇവർക്ക് എന്തും ചെയ്യാം. മണി ലോണ്ടറിങ്ങിന് അങ്ങനെ സുപ്രീം കോടതിയിൽ ഒരു വിധി വന്നിട്ടുണ്ട്. അത് ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണ് ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത്. ഇതിപ്പോൾ അറസ്റ്റ് ചെയ്യാനൊന്നും ഇവർക്കാനുള്ള കോപ്പില്ല. നമസ്കാരം. എന്നെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടുള്ള ഒരു കോപ്പും ഇവരുടെ കയ്യിലില്ല. PMLA ആക്ട് പ്രകാരമോ അല്ലെങ്കിൽ ഫെമ ആക്ട് പ്രകാരമോ എന്നെ അറസ്റ്റ് ചെയ്യത്തക്ക രീതിയിൽ ഇവരുടെ കൈവശം യാതൊരു കോപ്പുമില്ല. ഇത് എന്റെ വാക്കുകളല്ല, ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന തോമസ് ഐസക്കിന്റെ വാക്കുകളാണ്. കിഫ്ബി മസാല ബോണ്ടിൽ ED ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി തോമസ് ഐസക്കിന് 2 പ്രാവശ്യവും നോട്ടീസ് അയച്ചിരുന്നു. ഈ 2 പ്രാവശ്യവും അദ്ദേഹം ദേഹാസ്വാസ്ഥ്യം മൂലം വളരെ ക്ഷീണിതനാണ്. അതുകൊണ്ട് ഇനി അദ്ദേഹത്തിന് ഈ അവസരങ്ങളിലൊന്നും ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ സാധിക്കില്ല എന്നാണ് EDയെ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം EDയുടെ അന്ത്യശാസനം ഉണ്ടായതിനെ തുടർന്ന് അദ്ദേഹം ഒരു കത്ത് EDക്ക് അയക്കുകയുണ്ടായി. ഇതിൽ കൃത്യമായ ചില കാര്യങ്ങൾ തോമസ് ഐസക്കിന് പറയുവാനുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുമുണ്ടായിരുന്നു. ഞാൻ ഒരു ധനകാര്യ വകുപ്പ് മന്ത്രി മാത്രമായിരുന്നു. കിഫ്ബി മസാല ബോണ്ട് പ്രകാരം വിദേശ രാജ്യങ്ങളിൽ നിന്നും പണം അനധികൃതമായി ചട്ടലംഘന പ്രകാരം ഇവർ സ്വീകരിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ തോമസ് ഐസക്കിനെതിരെയുള്ള ഒരു കേസ്. ഈ കിഫ്ബി മസാല ബോണ്ടിൽ തീരുമാനമെടുക്കുന്നത് മുഖ്യമന്ത്രി ചെയർമാനായിരുന്ന 17 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. അന്ന് അതിൽ ധനകാര്യമന്ത്രി ആയിരുന്നതിന്റെ പേരിൽ മാത്രമാണ് താൻ വൈസ് ചെയർമാനായി നിന്നത്. പിന്നീട് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം ഒരു കാരണവശാലും അവിടെ എന്തു നടക്കുന്നു, കണക്കും കാര്യങ്ങളും എന്താണ് എന്നുള്ളത് തനിക്കറിയില്ല എന്ന് തന്നെയാണ് തോമസ് ഐസക് ആ കത്തിൽ വെളിപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇന്ന് മാധ്യമങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ തോമസ് ഐസക് വളരെ പരിഹാസദ്യോതികമായ തന്നെ രീതിയിൽ, അതായത് അദ്ദേഹത്തിന്റെ സ്ഥിരം ശൈലിയിൽ ചുണ്ടിന്റെ കോണിൽ എല്ലാവരെയും പുച്ഛിക്കുന്ന ഒരു ചിരിയോടുകൂടി തന്നെ അദ്ദേഹം മറുപടി പറയുന്നു. ഞാൻ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് കിഫ്ബി മസാല ബോണ്ട് വഴി പണം സമാഹരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം എനിക്ക് മാത്രമല്ല, ഒരു 17 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വൈസ് ചെയർമാൻ മാത്രമായിരുന്നു ഞാൻ. മുഖ്യമന്ത്രിയായിരുന്നു ചെയർമാൻ. അതുകൊണ്ട് ഇതെല്ലാം മുഖ്യമന്ത്രി തന്നെ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത് എന്ന് തോമസ് ഐസക് പരോക്ഷമായി പറയുകയായിരുന്നു. അല്ലെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്തം ചെയർമാനായ മുഖ്യമന്ത്രിക്കാണ് എന്ന് തന്നെയാണ് തോമസ് ഐസക് തന്റെ കത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഇത് തന്നെയാണ് തോമസ് ഐസക് പറയുന്നത്. ഹൈക്കോടതി നേരത്തെ തള്ളിക്കളഞ്ഞ ഒരു കേസിൽ വീണ്ടും സമൻസുമായി എത്തിയിരിക്കുകയാണ് ED എന്നാണ് തോമസ് ഐസക് പറഞ്ഞത്. ഈ കേസിൽ ഇനി ഒരു പുനരന്വേഷണം ആവശ്യമില്ല, വെറുതെ ആളുകളെ വട്ടം ചുറ്റിക്കരുത് എന്നായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് എന്നാണ് തോമസ് ഐസക് പറഞ്ഞത്. എന്നാൽ വീണ്ടും ED ഇപ്പോൾ രാഷ്ട്രീയമായി പിണറായി വിജയൻ സർക്കാരിനെ തകർക്കുക, ഇടതുപക്ഷത്തെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇപ്പോൾ തോമസ് ഐസക്കിന് നേരെ അന്വേഷണം എന്ന പ്രഹസനം നടത്തുന്നത് എന്നാണ് തോമസ് ഐസക്കിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ എനിക്കെതിരെ PMLA ആക്ട് പ്രകാരമോ ഫെമ ആക്ട് പ്രകാരമോ യാതൊന്നും തന്നെ കണ്ടെത്തുവാൻ ഇവർക്ക് സാധിക്കില്ല, ഇതിൽ യാതൊരു കോപ്പും ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി അദ്ദേഹം ഉദ്ദേശിച്ചത് യാതൊരു സ്കോപ്പും ഇല്ല എന്നുള്ളതാണോ എന്നറിയില്ല. പക്ഷേ മാധ്യമങ്ങളോട് തോമസ് ഐസക് സംസാരിച്ചപ്പോൾ നാം കേട്ടത് മുഴുവൻ ഇങ്ങനെ തന്നെയാണ്, ഒരു കോപ്പും ഇവർക്ക് ചെയ്യാനാവില്ല എന്ന് തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. അതെന്ത് തന്നെയായാലും തന്നെ തൊടുവാൻ പോലും EDക്കാകില്ല എന്നാണ് ഉറച്ച ആത്മവിശ്വാസത്തോടു കൂടി തോമസ് ഐസക് പറയുന്നത്. എന്നാൽ മാധ്യമപ്രവർത്തകർ എടുത്തു ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് താങ്കൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരിക്കുന്നത്, താങ്കളെ അറസ്റ്റ് ചെയ്യുമോ എന്ന് പേടിച്ചിട്ടാണോ എന്ന് ചോദിച്ചപ്പോഴും അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു, അറസ്റ്റ് ചെയ്യാനുള്ള യാതൊരു കോപ്പും അതിലില്ല, പിന്നെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യുക, എനിക്ക് യാതൊരു തരത്തിലുള്ള ഭയപ്പാടുമില്ല. മുൻപ് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ മടിയിൽ കനമുണ്ടെങ്കിലല്ലേ വഴിയിൽ ഭയക്കേണ്ടൂ എന്ന രീതിയിൽ തന്നെയാണ് തോമസ് ഐസക് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത്. അതായത് ഞാൻ ഇനി EDയുടെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഉദ്ദേശിക്കുന്നില്ല, അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ EDയെയും അന്വേഷണ ഏജൻസികളെയും വെല്ലുവിളിക്കുന്ന രീതിയിൽ തന്നെയാണ് തോമസ് ഐസക് സംസാരിച്ചത്.
ഞാൻ അവരുടെ മുമ്പിൽ ഹാജരായിട്ട് അവരുടെ ചോദ്യം ചെയ്യലിൽ ഇരുന്ന് കൊടുക്കുന്ന ഒരു വിഷയമില്ല. അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പേരിലുള്ള നിയമലംഘനം എന്താണെന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. ഞാൻ എന്ത് നിയമമാണ് ലംഘിച്ചത്, എന്ത് തെറ്റാണ് എൻ്റെ പേരിൽ ഉള്ളത് എന്ന് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരുടെ മുമ്പിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇരുന്ന് കൊടുക്കാം. അല്ലാതെ എന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയിട്ട് ആ ചോദ്യം ചെയ്യലിലൂടെ എന്നിൽ നിന്ന്, എൻ്റെ വാക്കുകളിൽ നിന്ന് വീണ് കിട്ടുന്ന എന്തെങ്കിലും ഒരു ഉത്തരത്തിൽ നിന്ന് എനിക്കെതിരെ എന്തെങ്കിലും കുറ്റങ്ങൾ കെട്ടിച്ചമയ്ക്കുവാൻ വേണ്ടി ഞാൻ ED അനുവദിക്കില്ല. അവരുടെ മുമ്പിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി ഈ കേസിൽ ഇരുന്നു കൊടുക്കില്ല എന്ന് തന്നെയാണ് തോമസ് ഐസക് മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നടിച്ചത്. അതായത് പരസ്യമായി തന്നെ ED വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ്, ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥകളെ, നിയമവ്യവസ്ഥകളെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് പഴയ ഒരു മന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് ഇത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും തോമസ് ഐസക് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ഒരു കാരണവശാലും താൻ ഈ കേസിൽ EDയുടെ മുമ്പിൽ ഹാജരാകുന്ന വിഷയമില്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന ഈ പത്രസമ്മേളനം നമുക്കൊന്ന് കാണാം. ബോർഡിൻ്റെ ചെയർമാൻ സ്ഥാനമായാലും വൈസ് ചെയർമാൻ സ്ഥാനമായാലും രണ്ടും എക്സ് ഒഫീഷ്യോ സ്ഥാനങ്ങളാണ്. നിങ്ങൾ മുഖ്യമന്ത്രി ആയതുകൊണ്ട് എൻ്റെ ചെയർമാനാവുന്നു, ധനമന്ത്രി ആയതുകൊണ്ട് എൻ്റെ വൈസ് ചെയർമാനാവുന്നു. നിങ്ങൾ മുഖ്യമന്ത്രി എന്നോ ധനമന്ത്രി എന്നതിനുള്ള ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ എടുക്കുന്ന തീരുമാനങ്ങളല്ല, അത് ഡയറക്ടർ ബോർഡിൻ്റെയോ അതല്ലെങ്കിൽ എൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയോ തീരുമാനങ്ങളാണ്. അതുകൊണ്ട് അതിൻ്റെ തീരുമാനങ്ങളുടെ വ്യക്തിപരമായ ചുമതല ആർക്കെങ്കിലും ഏൽപ്പിക്കേണ്ടതില്ല. അതിൻ്റെ കണക്കുകൾ അല്ലെങ്കിൽ രേഖകൾ അതിൻ്റെ ഒന്നും കസ്റ്റോഡിയൻ മുഖ്യമന്ത്രിയോ ഞാനുമല്ല, അത് അതിൻ്റെ കമ്മിറ്റിക്കാണ്. അത് മാത്രമാണ് അത് ഈ പറയുന്നത്, വേറൊരു അർത്ഥം അതിനില്ല. അത് നമ്മുടെ നിലപാടെന്ന് വെച്ചാൽ എല്ലാ കണക്കുകളും എല്ലാ രേഖകളും കിഫ്ബി ഹാജരാക്കി കഴിഞ്ഞു. ഇനി അതിൻ്റെ ചെയർമാനോ വൈസ് ചെയർമാനോ ഒന്നും പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ടൊരു കണക്കും കൊടുക്കാനില്ല, ഒരു വിശദീകരണവും കൊടുക്കാനില്ല. കിഫ്ബി കൊടുത്തു കഴിഞ്ഞു. കിഫ്ബിയുടെ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ ചെയ്തിരിക്കുകയാണ്. കിഫ്ബി കേസിന് പോയിരിക്കുകയാണ്. ഇനി കൊടുക്കാനുള്ള ചോദിച്ചതെല്ലാം കൊടുത്തു. ഇനി പുതുതായിട്ട് എന്താ ചോദിക്കാൻ അവർക്കുള്ളത്? അതില്ലാതെ ഞങ്ങളെ ഹരാസ് ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞാണ് പോയിട്ടുള്ളത്. അപ്പം ഞാനിപ്പോൾ കേട്ടു ഇതിങ്ങനെ കമ്മിറ്റിയിൽ നിന്ന് ഉത്തരവാദിത്വം വെച്ച് കൈ ഒഴുകുന്നതാണെന്ന്. കൈ ഒഴുകലൊന്നുമല്ല, യാഥാർത്ഥ്യമതല്ലേ. ധനമന്ത്രി ആയതുകൊണ്ടല്ലേ അതിൻ്റെ വൈസ് ചെയർമാനായിരിക്കുന്നത്, മുഖ്യമന്ത്രി ആയതുകൊണ്ടല്ലേ അതിൻ്റെ ചെയർമാനായിരിക്കുന്നത്. അത് എക്സ് ഒഫീഷ്യോ സ്ഥാനമാണ്. തീരുമാനങ്ങളൊന്നും വ്യക്തിപരമായി എടുക്കുന്നതല്ല. അതിൻ്റെ ബോർഡ് അല്ലെങ്കിൽ അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂട്ടായിട്ടെടുക്കുന്ന തീരുമാനങ്ങളാണ്. അതിൻ്റെ എല്ലാ രേഖകളും നൽകിക്കഴിഞ്ഞു. ഇനി അപ്പുറം ഒന്നും പറയാനില്ല എന്നുള്ളതാണ് ആ കത്തിൽ എഴുതിയിട്ടുള്ളത്. അത് ഇലക്ഷൻ എടുക്കുന്നതോറും മോഡിജിക്ക് പണ്ടില്ലാത്തൊരു പേടിയുണ്ട്. അപ്പം അതുകൊണ്ട് എങ്ങനെയൊക്കെ മനുഷ്യന്മാരെ തറടിക്കാൻ പറ്റുമോ അതിന് വേണ്ടിയിട്ട് ED എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ മുഴുവനും, കേരളത്തിൽ മാത്രമല്ല. ആ തിരിച്ചറിവില്ലാത്തത് കേരളത്തിലെ കോൺഗ്രസിന് മാത്രമാണ്. അതെ അതെ അതെ, ഹാജരാകാം, വിശദീകരണം നൽകാം. എന്താണ് നിയമലംഘനം എന്ന് പറയണമെന്ന്, നിയമലംഘനം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ച് ചോദ്യം ചെയ്യേണ്ട. കോടതി തന്നെ പറഞ്ഞ റോവിങ് എക്സ്പെഡീഷൻ, ഇങ്ങനെ കാടും പറഞ്ഞും തല്ലി ഉള്ളൊരു അന്വേഷണം നിയമലംഘനം കണ്ടുപിടിക്കാൻ വേണ്ടി 1.5 വർഷം കണ്ടുപിടിച്ചിട്ട് ഇല്ലാത്ത കാര്യം ഇനിയിപ്പോൾ കണ്ടുപിടിക്കാനാ? അപ്പം അതിനെ വിളിപ്പിക്കുന്ന ഹരസ്മെൻ്റാണ്, ശുദ്ധ ഹരസ്മെൻറ്റ്, നമ്മളെ താറടിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ഡിഗ്നിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കോടതിയിൽ പോകും. അതുകൊണ്ട് EDക്ക് ഒരു സൂചന നൽകിയിരിക്കുക, ഈ പണി അവസാനിപ്പിക്കുന്നതാണ്. ഒന്നുകിൽ നിങ്ങൾ എന്താ നിയമലംഘനം എന്ന് പറയണം. ഇത് PMLA ഒന്നും അല്ല കേട്ടോ, മണി ലോണ്ടറിംഗ് ഒന്നുമല്ല, ഫെമയാണ്. അതുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ശരിപ്പെടുത്തി കളയാനൊന്നും ആരും കരുതണ്ട, അതിനുള്ള കോപ്പൊന്നുമില്ല. അപ്പം അതുകൊണ്ട് നിയമലംഘനം എന്താണെന്ന് വെച്ചാൽ പറയട്ടെ, അതനുസരിച്ചുള്ള മറുപടി നൽകാം. ഇല്ലെന്ന്
അതിനുള്ള വകയില്ല. മണി ലോണ്ടറിങ് ആണെങ്കിൽ ഇവർ പറയുന്ന അവസാനമേക്ക് ഒരു കോടതിയും ഇവർക്ക് എന്തും ചെയ്യാം. മണി ലോണ്ടറിങ്ങിന് അങ്ങനെ സുപ്രീം കോടതിയിൽ ഒരു വിധി വന്നിട്ടുണ്ട്. അത് ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണ് ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത്. ഇതിപ്പോൾ അറസ്റ്റ് ചെയ്യാനൊന്നും ഇവർക്കാനുള്ള കോപ്പില്ല. അതുകൊണ്ട് വീണ്ടും പറയണു, എന്താ നിയമലംഘനം എന്ന് പറയാം. അത് പറയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താണോ ഒന്നും രണ്ടും സമൻസ് വഴി തന്നത്, എന്താണോ കോടതി തള്ളിക്കളഞ്ഞ് നിങ്ങൾക്ക് പിൻവലിക്കേണ്ടി വന്നത്, ആ സമൻസ് തന്നെ വേറെ രൂപത്തിൽ തരുകയാണ്. അതിന് വഴങ്ങില്ല. ഇവിടെ അങ്ങനെ വന്നാൽ പേടിയൊന്നുമില്ല. പിന്നെ ഞാൻ വീണ്ടും പറയണു, ഈ PMLAക്ക് ഈ അറസ്റ്റൊന്നും പറ്റില്ല കേട്ടോ. അല്ല, നമ്മുടെ ഫെമക്ക് PMLA ആണെന്നെങ്കിൽ അത് കളി വേറെ. ഏതും സ്വപ്നത്തിൽ പോലും അവർക്ക് പോലും മണി ലോണ്ടറിങ് ഒന്നും പറയാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് നിയമലംഘനം പറയട്ടെ. നിങ്ങൾ ഈ നിയമം ലംഘിച്ചു, അത് സംബന്ധിച്ച് ചോദ്യം ചെയ്യാൻ ഹാജരാണെന്ന് പറഞ്ഞാൽ റെഡി. അതല്ലാതെ എൻ്റെ നിയമലംഘനം കണ്ടുപിടിക്കാൻ വേണ്ടി സെൽഫ് ഇൻക്രിമിനേഷന് വേണ്ടി ചെല്ലണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ പോകാൻ കഴിയില്ല.